ഗൈസ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞങ്ങൾ ഇവിടെ അടിപൊളിയായിട്ടിരിക്കണം. ഇന്ന് വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ. നമ്മൾ കുറച്ച് കാലമായിട്ട് സംസാരിക്കുന്ന ഒരാളെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അക്ഷയ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും, അക്ഷയ ഒരു ഫുഡ് ബ്ലോഗറാണ്. ഫുഡ് ബ്ലോഗർ എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കൂടുതൽ ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ കുക്ക് ചെയ്യുന്ന ഫുഡും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന ഒരാളാണ്. നിങ്ങൾക്ക് എന്തായാലും അറിയുന്നുണ്ടായിരിക്കും. അപ്പോൾ കുറച്ച് കാലമായി ഞാനും അക്ഷയും സംസാരിക്കാൻ വേണ്ടി തുടങ്ങിയിട്ട്. ഭയങ്കര ടെംപ്റ്റിംഗ് ആയിട്ടുള്ള ഫുഡാണ് അക്ഷയ എപ്പോഴും ഉണ്ടാക്കാറ്. ഞാനപ്പോൾ അവിടെ ഉള്ളപ്പോൾ ഇങ്ങനെ മെസ്സേജ് ചെയ്യാറുണ്ട്, അടിപൊളി ഫുഡാണല്ലോ എന്നൊക്കെ. അപ്പോൾ ഇന്ന് അക്ഷയ ഉണ്ടാക്കുന്ന കുറച്ച് ഫുഡ് കഴിക്കാനും അക്ഷയുടെ ഒപ്പം നല്ല ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാനും കൂടെ ഞങ്ങൾ പോവുകയാണ് ഇന്ന് അക്ഷയുടെ വീട്ടിലോട്ട്. നിങ്ങൾക്ക് മുഖത്ത് തിരിച്ചിരിക്കുന്നത് കുറെ നേരമായി 10 മണി ചെറിയ ചെറിയ പ്രശ്നങ്ങൾ 9 മണിട്ട് ഞാൻ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ഇയാൾ 9 മണിയാണ്. 10:30 അൽക്ക റെഡി ആയിരിക്കുന്നു. എനിക്ക് ഉറക്കത്തിന് അങ്ങോട്ട് എണീക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഒരു അഗാധമായ നിദ്രയിൽ ഏർപ്പെട്ടായിരുന്നു ഞാൻ. അത് അപ്പൊ എന്തായാലും സമയം കളയണ്ട, നമുക്ക് ഇന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ്. നമുക്കിന്ന് യാത്ര കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ. നമുക്ക് എയർപോർട്ടിന് അങ്ങോട്ട് പോകണം. ഏകദേശം ഒരു 2 മണിക്കൂർ ട്രാവൽ കഴിഞ്ഞാണ് നമുക്ക് ഫുഡ് കിട്ടുള്ളൂ. അപ്പോൾ നേരത്തെ ഇറങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്തായിരുന്നു. ഞാൻ തന്നെയാണ് എനിക്ക് ഉറക്കം മതിയായിട്ടില്ല, ഭയങ്കര ക്ഷീണം. അപ്പോൾ ചിലപ്പോൾ കാർന്ന് കുറച്ച് നേരം അങ്ങനെ തുടങ്ങണം. 2 മണിക്കൂറിൽ ഒഴിവ് സമയമാണ് എന്തെങ്കിലും ഒക്കെ ഇല്ലേ? ആണോ? അപ്പൊ നമുക്ക് കാറൊക്കെ എടുത്ത് നേരെ വിടാം അക്ഷയുടെ വീട്ടിലോട്ട്. അൽക്കൊന്ന് ചൊറി പ്രോ മാക്സ് ആയിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. ഒന്ന് കാണിക്കും നമുക്ക്. ക്യാമറ എടുക്കുമ്പോ മാത്രമാണ് ചിരിച്ച മകൻ. ഞാൻ ഓഫ് ചെയ്ത അപ്പ തലയുടെ മുകളിൽ കയറി താണ്ഡവം കളിച്ചോണ്ടിരിക്കുക. അയ്യോ, എന്തൊരു സ്വീറ്റ് ആയിട്ടാ പറയണത്. ക്യാമറ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അറിയാതെ ഞാൻ പറഞ്ഞത് അതാണ് അടിയായോ. തികച്ചു വിളിക്കാറില്ല. എന്റെ അമ്മേനെ അങ്ങനെ വിളിക്കുക. അതാണ് ഐശ്വര്യ. രണ്ടാമത്തെ വിളിട്ടോ ഐശ്വര്യ. ഇറങ്ങി ഉടനെ തന്നെ നമുക്കൊന്ന് തിരിച്ചു പോണ്ടി വന്നു കേട്ടോ. എന്റെ കസിന്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഏപ്രിൽ മാസത്തിൽ. എപ്പോഴോ എനിക്ക് ഡേറ്റ് ഓർമ്മയില്ല. അപ്പോൾ ഞാൻ വരാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് വരാനായിട്ട് പറ്റിയില്ല. ഞാനും അവനും LKG തൊട്ട് ഒരുമിച്ച് പഠിച്ചതുമാണ്. എൻ്റെ സെക്കൻഡ് കസിൻ ആണ് കേട്ടോ ശരിക്കും. അപ്പോൾ എനിക്ക് വരാനായിട്ട് പറ്റിയില്ല. അപ്പോൾ എനിക്ക് അവനെയും പിന്നെ അവൻ്റെ മിസ്സസിനെയും ഒന്ന് കാണണം എന്ന് ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ രണ്ടുപേർക്കും ഞാൻ ഒരു ചെറിയ ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ അതെടുക്കാൻ വേണ്ടി നമ്മളിത് വീണ്ടും അപ്പാർട്ട്മെന്റിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എടുക്കാൻ മറന്നതല്ല കേട്ടോ, ശരിക്കും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല ആ സ്ഥലം നമ്മൾ പോകുന്ന സ്ഥലത്തോട് വളരെ അടുത്താണെന്നുള്ളത്. എന്നാൽ പിന്നെ 2 കാര്യവും നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് 2 ആൾക്കാരെ നമ്മൾക്ക് ഒരുമിച്ച് അങ്ങോട്ട് കണ്ടിട്ട് വരാമല്ലോ. കുണ്ടിൽ എവിടേക്കോ റോഡ് ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് ഇളകിമറിച്ചലിൻ്റെ കാരണം. നമ്മൾ തിരിച്ചു വന്ന് ബാഗൊക്കെ എടുത്ത്, ഞാനൊരു ബാഗാണ് അവൾക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ എടുത്ത് നമ്മൾ നേരെ പോവുകയാണ്. ഞാൻ എന്തായാലും 1 മണിക്കൂർ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ വേണ്ടി പോവുകയാണ്. എനിക്ക് അല്ലെങ്കിലും കാറ് കയറിയ ഒരു ഉറക്കം പതിവാണ്, പ്രത്യേകിച്ച് നാട്ടിലാവുമ്പോൾ കേട്ടോ. അൽക്കിയും വൈശാഖ് സാറും തകർത്ത് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക് അല്ലാത്ത കാരണം ഞാൻ കാര്യമായിട്ടൊന്നും ശ്രദ്ധിച്ചില്ല. അങ്ങനെ ഏകദേശം ഒരു 1-1.25 മണിക്കൂർ വണ്ടി ഓടിച്ചതിന് ശേഷം നമ്മളിതേ അക്ഷയുടെ അപ്പാർട്ട്മെന്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ടായി ബാംഗ്ലൂർ കൂടെയുള്ള? എത്ര കിലോമീറ്റർ ഓടിച്ചു നമ്മള്? 30 കിലോമീറ്റർ. എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ നല്ല ഉറക്കായിരുന്നു, ഒന്നും അറിഞ്ഞില്ല. നമ്മൾ എങ്ങനെയാണ് ഈ ഒരു കൂടിക്കാഴ്ചയിലോട്ട് എത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അക്ഷയ്ക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പറഞ്ഞില്ലേ അത്യാവശ്യം ഫുഡിൻ്റെ വീഡിയോസൊക്കെ എടുത്തിടുന്ന ഒരു നല്ല റീച്ചുള്ളൊരു പേജുണ്ട്. ഞാൻ ആ പ്രൊഫൈൽ താഴെ ലിങ്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ പുള്ളിക്കാരി അതിൽ മീൻ വറുത്ത എന്തോ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മീനിനോടുള്ള അഗാധമായ പ്രണയം ഞാൻ അക്ഷയെ അറിയിച്ചു. അപ്പോൾ ഇത്തവണ നാട്ടിൽ വരുമ്പോൾ എന്തായാലും മീറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ ഡിസ്കഷൻ്റെ മുകളിലാണ് നമ്മൾ ഈ ഒരു കൂടിക്കാഴ്ച ഉണ്ടാവുന്നത്. അപ്പോൾ അക്ഷയ തന്നെയാണ് അൽക്കേനെയും വൈശാഖ് സാറേയും കൂടി ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. നമുക്ക് ചില വീട്ടിലോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയൊക്കെ ഫീൽ ചെയ്യില്ലേ? അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അക്ഷയുടെ അപ്പാർട്ട്മെൻറ്റിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ. അക്ഷയ്ക്ക് 3 ഡോഗ്സ് ഉണ്ട് കേട്ടോ. നല്ല മിടുക്കികളുമായ 3 ഡോഗ്സ്. അപ്പോൾ ഇവർ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. നമ്മളിവിടെ വന്ന സമയം തൊട്ടിട്ട് ചാടിത്തുള്ളി കളിച്ച് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. തൽക്കാലം നമുക്ക് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരിക്കാമെന്ന് പറഞ്ഞ് അവരുടെ സ്പേസിലോട്ട് ആക്കിയിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി ഞാൻ എന്തിനെ പറ്റി പറയണമെന്ന് എനിക്കറിയില്ല. ഫുഡിനെ പറ്റി പറയണോ, ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഇൻറ്റീരിയേഴ്സിനെ പറ്റി പറയണോ, അതോ ഇനി അക്ഷയനെ പറ്റി പറയണോ, എല്ലാം ഒന്നിലൊന്ന് കേമായിരുന്നു.
2 അപ്പാർട്ട്മെൻറ്റ് ക്ലബ് ചെയ്തിട്ട് അവർ ഒരൊറ്റ വലിയ 6 ബെഡ്റൂം വരുന്ന ഒരു സിംഗിൾ അപ്പാർട്ട്മെൻ്റ് ആക്കി മാറ്റിയിരിക്കുകയാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു ഇതിൻ്റെ ഓരോ കോർണറിലെ ഇൻറ്റീരിയേഴ്സ് കാണാനും വേണ്ടിയിട്ട് കേട്ടോ. ഞാൻ കുറേ സമയമെടുത്ത് ഈ ഒരു വീടിൻ്റെ ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഈ പറഞ്ഞതുപോലെ അക്ഷയ്ക്ക് ഫുഡ് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിലും ഇഷ്ടമാണ് ഫുഡ് ഉണ്ടാക്കി ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുകൊണ്ട് തന്നെ നല്ല ഭംഗിയുള്ള ഒരുപാട് പാത്രങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ അക്ഷയുടെ അടുത്ത്. ഈ ഒരു നല്ല അടിപൊളി കളക്ഷൻ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ. ഇതൊരു ഷോപ്പായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് നല്ലൊരു ഷോപ്പിംഗ് കഴിഞ്ഞ് ഇറങ്ങിയാണ്. ബാക്കി കൂടുതൽ കാര്യങ്ങൾ പറയുന്നതിന് മുന്നേ അക്ഷയ് എന്തൊക്കെയാണ് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതെന്ന് നോക്കാം. സംഗതികൾ എല്ലാം ഇവിടെ അക്ഷയ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് സർപ്രൈസ് വേണം, എനിക്ക് വന്നിട്ട് നാടൻ മതി, പക്ഷെ ഇങ്ങനെ പറഞ്ഞ് വരുന്നതിനേക്കാളും എന്താ നമുക്കുള്ളത് എന്ന് അറിയാതെ വരുന്നത് ഒരു രസമായിരിക്കുമല്ലോ. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ സർപ്രൈസുകൾ നമ്മൾ തുറക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. കപ്പ വേവിച്ചത്, തേങ്ങ അരച്ച മീൻകറി, ഓ, ബീഫ് റോസ്റ്റ്, റോസ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടോ? റോസ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടോ? ഇതിന് ചോറാണ് കേട്ടോ. മോര് കാച്ചിയത്, നല്ല ഭംഗിയുള്ള സ്പൂൺ കേട്ടോ. ഇവിടെ ഷോപ്പിങ്ങിന് വരാനായിട്ട് പറ്റുമോ? ഇത് ബീഫ് കട്ട്ലറ്റ്, നെയ്മീൻ ഫ്രൈ. കിട്ടി. ഇവിടെ പോയി വന്ന വെറുതെ ആയില്ലല്ലോ. ഇല്ല, കുറച്ച് പച്ചക്കറി എന്തെങ്കിലുമൊക്കെ വേണമല്ലോ. ചീര, ക്യാബേജ്, കോവയ്ക്ക. എന്നൊക്കെയുള്ള ആരോഗ്യമായി. ചോറിനുള്ള ഞാൻ ചൂടാക്കി കൊണ്ടുവരാം. ഇത് പിക്കിൾസും ചമ്മന്തിയൊക്കെ. ഇത് ബീഫ് അച്ചാർ, നമ്മുടെ കപ്പയുടെ കാന്താരി ചമ്മന്തി, തേങ്ങാ ചമ്മന്തി, ചുട്ട ചമ്മന്തി. അല്ല, ഇത് എങ്ങനെയാ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന്? ഇന്ന് രാവിലെ കുറച്ച് നേരത്തെ എണീറ്റ് കുക്ക് ചെയ്ത ഫുഡാണ് കേട്ടോ അത്. ഇത്രയും ഭംഗിയായിട്ട് ഒരാളിങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുന്നതേ, ഇതൊരു സ്കില്ല് തന്നെയാണ്. നമ്മളിവിടെ എത്തിയപ്പോക്ക് സമയം ഏകദേശം 1:45-2 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അക്ഷയ പ്രോപ്പർ ടൈമിൽ ഫിക്സഡ് ക്വാണ്ടിറ്റി ഫുഡ് കഴിക്കുന്ന ഒരാളാണ്. അത് വളരെ അടിപൊളിയായിട്ടുള്ളൊരു സ്വഭാവമാണ് കേട്ടോ. അപ്പോൾ 1 മണിക്ക് തന്നെ അക്ഷയുടെ ക്വാണ്ടിറ്റി ഓഫ് ഫുഡൊക്കെ കഴിച്ച് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ഇത്രയും ഫുഡ് ഉണ്ടാക്കി അത് തികയാഞ്ഞിട്ടാണ് തോന്നുന്നു ദേ കള്ളപ്പവും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. ഫുഡിനെ പറ്റിയാണ് ഇത്ര സമയം ഞാൻ പറഞ്ഞെങ്കിലും എനിക്കിവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഫുഡിനെക്കാളും അക്ഷയനായിരുന്നു കേട്ടോ. ഭയങ്കര വാം വെൽക്കമിങ് ആയിട്ടുള്ള ഒരാൾ, നമ്മൾ ഭയങ്കര അവരുടെ സ്പേസിൽ ഭയങ്കര കംഫർട്ടബിൾ ആക്കുന്ന ഒരാൾ. ഫുഡ് ഉണ്ടാക്കുന്നതും അത് അറേഞ്ച് ചെയ്ത് വെക്കുന്നതും മാത്രമല്ലല്ലോ, നമ്മൾ സ്നേഹത്തോടു കൂടെ അത് വിളമ്പി കൊടുക്കുന്നതിൽ ഒരു കാര്യമുണ്ടെന്നാണല്ലോ കാരണവന്മാർ പറയുന്നത്. അതെനിക്ക് ഫീൽ ചെയ്തൊരു സമയമായിരുന്നു കേട്ടോ ഇത്. നമ്മളിവിടെ സ്റ്റാർട്ടറായിട്ട് നമുക്ക് ബീഫ് കട്ട്ലേറ്റും പിന്നെ അതേപോലെ തന്നെ ഉപ്പ് കുറച്ചിങ്ങനെ ഇട്ട് വെച്ച ഉള്ളി ഉണ്ടായിരിക്കില്ലേ, അതുമായിരുന്നു. അടിപൊളി, ഗംഭീര ടേസ്റ്റ്. അൽക്കയുടെ ആ ഒരു റിവ്യൂവിൽ തന്നെ ഞാൻ വീണു. പിന്നെ കൂടുതൽ വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല കേട്ടോ. എങ്ങനെയെങ്കിലും ഈ കട്ട്ലറ്റ് ഒന്ന് അകത്താക്കിയാൽ മതിയെന്നായി. അപാര ടേസ്റ്റ് ആയിരുന്നു. ഞാൻ അങ്ങനെ ഒരുപാട് ബീഫ് കട്ട്ലറ്റ് ഒന്നും കഴിച്ചിട്ടില്ല. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ ഈ ഒരു കൂടിക്കാഴ്ച കുറച്ച് മുന്നേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും എക്സിക്യൂട്ട് ചെയ്യാൻ കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മീറ്റ് ചെയ്യാൻ പറ്റുമോ പറ്റാതിരിക്കുമോ എന്നുള്ള സംശയമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഓൾമോസ്റ്റ് ഡ്രോപ്പ് ചെയ്തതായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ സാഹചര്യം കാരണം വീണ്ടും മീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ മീറ്റ് ചെയ്തതായിരുന്നു കേട്ടോ. കണ്ടില്ലായിരുന്നെങ്കിൽ ഒരു നഷ്ടമായേനെന്ന് എനിക്ക് തോന്നിയായിരുന്നു. ഫുഡ് കൊണ്ടല്ല കേട്ടോ, അക്ഷയുടെ ആ ഒരു വേ ഓഫ് ഇൻട്രാക്ഷനും കാര്യങ്ങളൊക്കെ ഞാൻ ഭയങ്കര ഇമ്പ്രസ്ഡ് ആയിരുന്നു ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങുമ്പോഴേക്ക്. നല്ല സോഫ്റ്റ് ബീഫ്, പിന്നെ നല്ല ഫ്ലേവർ. ഉറക്കെ പറയണം കേട്ടോ, ഇത് ശബ്ദം ഇങ്ങോട്ട് എത്തുന്നില്ല. ഞാൻ തന്നെ ഇങ്ങനെ നല്ല ഫ്ലേവർ ഉള്ള ബീഫ്. അതോ അപ്പൊ എങ്ങനെയുണ്ട്? വീട്ടിലുണ്ടാക്കിയ കള്ളുണ്ട്, ഉണ്ടാക്കിയ കള്ളപ്പമാണ്. അടിപൊളി, നല്ലൊരു ഇതുണ്ടായിരുന്നു. കൂട്ടൊന്നും കിട്ടില്ല, എന്നോട് ചോദിക്കാം. അടിപൊളി, നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല കോപ്പി അടിക്കുകയും ഞാൻ പറഞ്ഞു കേട്ടില്ല പുള്ളി. നല്ല കണ്ടന്റ് ഒക്കെ ടേസ്റ്റ് വന്നിട്ട് ഭയങ്കര ഒരു നാടൻ കോട്ടയത്ത് പോകുമ്പോഴൊരു ബ്രേക്ക്ഫാസ്റ്റ്. ഫുഡ് കുക്ക് ചെയ്യുന്നതിലും അത് ആൾക്കാരെ കഴിക്കുന്നതിലും എത്രമാത്രം അക്ഷയ് എൻജോയ് ചെയ്യുന്നുണ്ടെന്നുള്ളത് നെക്സ്റ്റ് ക്ലിപ്പ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. എടാ ഒരു പ്രശ്നമില്ലടാ. അപ്പൊ ഞാൻ മലപ്പുറം ഉണ്ടാക്കാൻ ചൂടോടെ ഇനി ഞാൻ ഇവിടുന്ന് എന്തൊക്കെ കഴിച്ചു
കഴിച്ചു എന്നുള്ളത് ഓരോന്നോരോന്നായിട്ട് എടുത്തെടുത്ത് പറയുന്നില്ല. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടായിരിക്കും. കപ്പ വന്നു, മീൻകറി വന്നു, ചോറ് വന്നു, ഉപ്പേരികൾ വന്നു. അങ്ങനെ കുറച്ച് നേരം നമ്മളെല്ലാവരും ഇരുന്ന് ഉഷാറായിട്ട് ഭക്ഷണം കഴിച്ചു. നമ്മൾ വരുന്നുണ്ടെന്നുള്ളതെല്ലാം പ്ലാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അക്ഷയ് എൻ്റെ അടുത്ത് എന്താ വേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാസ്ത, പിസ്സ ഒക്കെ ഓപ്ഷൻ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കതൊന്നും വേണ്ട, എനിക്ക് നാടനായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ സർപ്രൈസായിട്ട് ഉണ്ടാക്കി വെച്ചാൽ മതി എന്നായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതും ഇത്ര വിഭവങ്ങൾ വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന ഒട്ടുമിക്ക എല്ലാ ആൾക്കാർക്കും അറിയാം എനിക്ക് മീനാണ് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ആ ഇഷ്ടങ്ങളെല്ലാം മനസ്സിലാക്കി നമുക്ക് വേണ്ടി ഇത്രയും ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കുമ്പോൾ ഇനി ഞാൻ എന്താ പറയുക, ഞാനിപ്പോൾ പറഞ്ഞതെല്ലാം കുറവായി പോകും. ഇത്രയും ഫുഡ് ഉണ്ടായിട്ട് തികയാഞ്ഞിട്ട് അടിയിൽ വെച്ച വാഴയില വൈശാഖ് സാർ അറിയാതെ കുറച്ച് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ചിരി. അപ്പോൾ ഇതായിരുന്നു എൻ്റെ പ്ലേറ്റ്. ഇത്രയും ഞാൻ മുഴുവൻ കഴിച്ച് തീർത്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പറ്റുമായിരിക്കും എന്നുള്ളത്? ഞാൻ കുറേയൊക്കെ ടേസ്റ്റ് ചെയ്തു, മാക്സിമം ഞാൻ കഴിക്കാനുള്ളത് ശ്രമിച്ചു. പക്ഷേ എന്നാലും അക്ഷയ് ഉണ്ടാക്കി വെച്ചത് മുഴുവനൊന്നും തീർക്കാൻ നമ്മളെക്കൊണ്ട് ആർക്കും പറ്റില്ലായിരുന്നു. കാരണം അത്രയും വിഭവങ്ങളുണ്ടായിരുന്നു. ഇത്രയും ഫുഡ് ഉണ്ടാക്കുന്ന ആൾ വളരെ കുറച്ച് ഭക്ഷണം മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ. അക്ഷയ് പറയായിരുന്നു ഇപ്പോൾ റീൽസിന് വേണ്ടിയിട്ടും എല്ലാം കുറേ കാര്യങ്ങൾ കുക്ക് ചെയ്യേണ്ടി വരുമല്ലോ, കുറേ വെറൈറ്റി ഓഫ് കാര്യങ്ങൾ. അപ്പോൾ അതെല്ലാം അക്ഷയ് ഉണ്ടാക്കിയിട്ട് അപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാർക്ക് കൊടുക്കുകയാണ് ചെയ്യാറ് എന്നുള്ളത്. അത് എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ഈ അപ്പാർട്ട്മെൻറ്റിലെ ഓരോ ആൾക്കാർക്കും അക്ഷയനോടുള്ള സ്നേഹം കാണുമ്പോൾ അത് വെരി ക്ലിയർ ആയിരുന്നു. അക്ഷയ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഒരുപാട് അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിലും അക്ഷയ കയ്യും ഫുഡും ഒക്കെയാണ് മെയിനായിട്ട്. അങ്ങനെയാണ് അക്ഷയുടെ ഒരു എന്താ പറയുക, റീൽസിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അക്ഷയ്ക്ക് അതിൻ്റെ ഭാഗമാകാൻ വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നുള്ളത്. ഇൻട്രസ്റ്റ് ഉണ്ട്, ഇങ്ങനെ നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. ചിലപ്പോൾ അക്ഷയുടെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് ആദ്യമായിട്ടായിരിക്കും അക്ഷയനെ ഇങ്ങനൊരു വീഡിയോയിൽ കാണുന്നുണ്ടായിരിക്കുക. ആ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് മെയിൻ ടോപ്പിക്കിലോട്ട് തിരിച്ചു വരാം. ഭക്ഷണം. നമ്മളെല്ലാവരും ഏകദേശം ഒരു 1.5-2 മണിക്കൂർ എടുത്തിട്ടാണ് കേട്ടോ ഭക്ഷണമൊക്കെ സാവധാനത്തിലിരുന്ന് മെല്ലെ കഴിച്ചു തീർത്തത്. അതിനുശേഷം കുറേ നേരം നമ്മൾ ഇതേ ഇവിടെ ഇരുന്ന് വർത്താനം പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രിഡ്ജ് ഇവിടെ ഉണ്ടായിരുന്നോ? കഴിഞ്ഞു എന്ന് വിചാരിച്ചെങ്കിലും കഴിഞ്ഞില്ല. ഇനി നമുക്ക് ഡെസേർട്ട് ഉണ്ട്. ഇതെന്താ ഐറ്റം? ഇത് നമ്മൾ തേങ്ങ വറുത്തത് അത്രേ ഉള്ളൂ. ഒരു ക്രഞ്ചിനെസ്സിന് നല്ലതാ. ലാസ്റ്റ് ഇട്ടാൽ ആദ്യം ഇടുമ്പോൾ അങ്ങ് സോഗി ആയി പോയില്ലേ. ഇനി ഉണ്ട് കേട്ടോ പുഡിങ്. പറഞ്ഞ പോലെ വൈശാഖ് സാറ് കുറച്ച് നേരമായി വെയിറ്റ് ചെയ്യുന്നു. കാരണം പുള്ളിക്ക് മധുരം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അക്ഷയ് ഉണ്ടാക്കിയ രീതിയും കാര്യങ്ങളും എല്ലാം ഡിസ്ക്രൈബ് ചെയ്ത് വന്നപ്പോൾ പുള്ളി ഈ ഒരു പുഡിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ഞാൻ അത്രയധികം മധുരം കഴിക്കുന്ന ഒരാളല്ല, എന്നിട്ട് പോലും കഴിച്ചിട്ട് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇത്രയും ഭക്ഷണം കഴിച്ചാൽ അടുത്ത പരിപാടി എന്തായിരിക്കും? വൈശാഖ് സാറെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല നീണ്ടു നിവർന്ന് ഒരു ഉറക്കം. അൽക്കൊക്കെ കിറങ്ങിയിരിക്കട്ടോ. വന്നില്ലായിരുന്നെങ്കിൽ മിസ്സായി പോയാനെ. ആദ്യമായിട്ട് നമ്മളൊരു വീട്ടിൽ പോകുമ്പോൾ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുക എന്നുള്ള ഓപ്ഷനൊന്നും നമ്മളധികം സെലക്ട് ചെയ്യില്ലല്ലോ. പക്ഷേ എനിക്ക് തോന്നിയിരുന്നു നമ്മളെല്ലാവരും ഇവിടെ ഈക്വലി കംഫർട്ടബിൾ ആയിരുന്നു. ആർക്ക് വേണമെങ്കിൽ കിടക്കാനോ ഉറങ്ങാനോ ഒന്നും ഒരു മടിയുണ്ടായിരുന്നില്ല. എവിടെ പോയാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ നല്ല കാര്യങ്ങളൊക്കെ ആൾക്കാരുടെ നിന്ന് പഠിക്കാനുണ്ടായിരിക്കുമല്ലോ. ഞാൻ അക്ഷയുടെ നിന്ന് പഠിച്ചൊരു കാര്യമാണ്, നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വരികയാണെങ്കിൽ എത്രത്തോളം നമുക്ക് ഒരാളെ കംഫർട്ടബിൾ ആക്കി വെക്കാൻ പറ്റും, അതിന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ ശരിക്കും ഇവിടെ നിന്ന് പഠിച്ചൊരു കാര്യമായിരുന്നു. ആ ഒരു മാറ്റം കൂടുതൽ കൊണ്ടുവരാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൻ്റെ അർത്ഥം ഞാൻ ഗസ്റ്റിനോട് മോശമായിട്ടാണ് പെരുമാറാമെന്നല്ല കേട്ടോ. പക്ഷേ ഇതിൽ നന്നായിട്ട് എനിക്ക് പെരുമാറാൻ പറ്റും എന്നുള്ളത് ഞാൻ ഇവിടുന്ന് പഠിച്ചൊരു കാര്യമായിരുന്നു. ഇത് വേറൊരു ചെറിയ സർപ്രൈസ് ആയിരുന്നു കേട്ടോ. നമ്മുടെ ചാനലിന് 1 മില്യൺ ആയതുകൊണ്ട് അക്ഷയ നമുക്ക് വേണ്ടി കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയ കേക്കും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞു. വേണോ വേണ്ടെന്നൊക്കെ കുറേ ചിന്തിച്ചു. പക്ഷേ അങ്ങനെ ഒരു ആഗ്രഹം, എന്നാൽ പിന്നെ നമുക്കത് ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ കുട്ടി ചീസ് കേക്കാണ് കേട്ടോ വാങ്ങിയത്, എല്ലാവർക്കും ഇഷ്ടമുള്ളതുപോലെ. അപ്പോൾ അത് ചെറുതായി കട്ട് ചെയ്തു. വയറത്രയും നിറഞ്ഞു കഴിഞ്ഞിരിക്കുകൊണ്ട് ചീസ് കേക്ക് കഴിക്കാനുള്ളൊരു സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തു കേട്ടോ. ബാംഗ്ലൂർ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലത്തു നിന്നാണ് ഈ ഒരു കേക്ക് നമ്മൾ എടുത്തതെന്നുള്ളതൊക്കെ വൈശാഖ് സാറ് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് മധുരം ഒട്ടും തന്നെ താല്പര്യമില്ലാത്ത മേഖലയാണല്ലോ, അതുകൊണ്ട് അതിൽ വലിയൊരു അറ്റൻഷനൊന്നും ഞാൻ കൊടുത്തില്ല. കുറച്ച് നേരം കൂടെ നമുക്ക് എല്ലാവർക്കും ഇവിടെ ഇരുന്ന് റിലാക്സ് ചെയ്ത് മെല്ലെ പോയാൽ മതി എന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്കിന്ന് വേറെ 1-2 പരിപാടി ഉള്ളത് കാരണം നമുക്കിതേ നമ്മുടെ പട്ടിക്കുട്ടന്മാരുടെ അടുത്തൊക്കെ ടാറ്റ ബൈ ബൈ പറഞ്ഞ് നമുക്ക് മെല്ലെ പോവാം കേട്ടോ. ആൾക്കാരുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് എനിക്ക് ഡോഗ്സിനെ ആയിട്ട് കേട്ടോ. എനിക്കൊരു ഐസ് ബ്രേക്കിംഗ് സ്റ്റേജ് ഉണ്ട്. അത് കഴിഞ്ഞാലാണ് എനിക്ക് വളരെ നന്നായിട്ട് അങ്ങോട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ ആ ഒരു സ്റ്റേജ് തരണം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇത്ര നേരമൊന്നും പോരാ. എനിക്കൊരു 1-2 ദിവസം ഇവരോടൊപ്പം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാലാണ് എനിക്ക് അങ്ങോട്ട്
ഫുൾ ഫ്ലഡ്ജ് ആയിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അൽക്ക ഭയങ്കര ഗുഡാണ് കേട്ടോ പെറ്റ്സിനായിട്ട്. ആൽക്കയുടെ വീട്ടിലും ഇഷ്ടംപോലെ പൂച്ചക്കുട്ടികളുണ്ട്. പിന്നെ പൊതുവെ ആൽക്കയ്ക്ക് അവരുടെ എല്ലാ ഇമോഷൻസും കാര്യങ്ങളും അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതും ഒക്കെ നന്നായിട്ട് മനസ്സിലാവുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അത് പെറ്റ്സിനും പൊതുവേ മനസ്സിലാവുമല്ലോ അങ്ങനെ അറിയുന്ന ആൾക്കാരെ. അതുകൊണ്ട് ഞാൻ കാണുന്ന അധികം പെറ്റ്സിനും തിരിച്ച് അൽക്കയുടെ അടുത്തും അങ്ങനെ ഒരു പ്രത്യേക സ്നേഹം എനിക്ക് തോന്നാറുണ്ട്. എന്താണെങ്കിലും നല്ല മിടുക്കന്മാരായിട്ടുള്ള 3 ആൾക്കാരായിരുന്നു കേട്ടോ. കുറച്ച് നേരം നമ്മൾ ഇവരുടെയൊക്കെ അടുത്ത് സംസാരിച്ച് നമ്മൾ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. അയ്യോയ്യോ, വീട്ടിലുണ്ടാക്കിയ നെയ്. താങ്ക് യു സോ മച്ച്. അധികം ഫോട്ടോ എടുക്കണ്ടായി, ഞാൻ കൊണ്ടുപോകും. ഇല്ല, ഞങ്ങളെല്ലാവരും ഒരേ സ്വരത്തിൽ പറയായിരുന്നു വന്നില്ലെങ്കിൽ ഒരു വലിയ നഷ്ടമായിരുന്നു. ഭയങ്കര ഭയങ്കര അടിപൊളിയായിരുന്നു. ഭയങ്കര നിറഞ്ഞ മനസ്സോട് കൂടെയാണ് വയറ് ആദ്യം നിറഞ്ഞ വയറ്, പിന്നെ അത് കാണാറുണ്ടെന്ന് അത് കാണാറുണ്ട്. ജസ്റ്റ് ഫുഡ് മാത്രമല്ല കേട്ടോ, മൊത്തത്തില് ഭയങ്കര വന്നില്ലായിരുന്നെങ്കിൽ വയറ് നിറഞ്ഞ മനസ്സ്. എപ്പോഴും പറയാറുള്ളത് പോലെ ചില ആൾക്കാരുടെ ഒപ്പം നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര പോസിറ്റീവ് എനർജി വന്ന പോലെയൊക്കെ നമുക്ക് തോന്നില്ലേ? അങ്ങനെ ഒരു ഫീലിങ്ങോട് കൂടെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി. നമുക്ക് ഒന്നും കൂടെ കാണാനുള്ള സാഹചര്യം ഉണ്ടാക്കണം എന്നുള്ളത് നമ്മൾ രണ്ടുപേരും പറയുന്നുണ്ടായിരുന്നു. കാരണം അടിപൊളിയായിരുന്നു ആ കുറച്ച് നേരം. അങ്ങനെ നമ്മളൊരു ചെറിയ യാത്രയ്ക്ക് ശേഷം ഇവിടെ എൻ്റെ കസിനെ കാണാൻ വേണ്ടി വന്നിക്കുക കേട്ടോ. ഞാനത് വീഡിയോയിൽ കവർ ചെയ്യുന്നില്ല, കാരണം എനിക്കറിയില്ല എത്ര കംഫർട്ടബിൾ ആണ് വീഡിയോയിൽ വരാൻ വേണ്ടിയിട്ട് എന്നുള്ളത്. തൽക്കാലം നമ്മൾ അത് കാണിക്കേണ്ട, നമുക്ക് ഗിഫ്റ്റൊക്കെ കൊടുത്ത് ഹായും ബൈ ഒക്കെ പറഞ്ഞ് നമുക്ക് ഇവിടെ നിന്ന് വരാം. അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ നല്ല ഉറക്കമായിരുന്നു, ഇങ്ങോട്ട് വരുമ്പോൾ അൽക്ക നല്ല ഉറക്കമാണ്. ഞങ്ങളൊരു ടേൺ എടുത്തതായിരുന്നു കേട്ടോ അത്. അപ്പോൾ എന്തായാലും ഞാനും വൈശാഖ് സാറും കൂടെ അടിപൊളിയായിട്ട് കുറേ ടോപ്പിക്സ് ഒക്കെ സംസാരിച്ചാണ് ഇവിടെ എത്തിയത്. വൈശാഖ് സാർ ഓടി പോകുന്നുണ്ട് ഇവിടുത്തെ മലയാളി അസോസിയേഷൻ്റെ ഓണപരിപാടി ഒന്ന് തീരുമാനാക്കാൻ. നന്നായി നടക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഭക്ഷണം കഴിച്ച് ക്ഷീണിച്ചൊരു ദിവസം, വേറെ ഒന്നും ചെയ്തിട്ടില്ല. മൂല്യമായ നെയ്യുണ്ട്. എനിക്ക് വീട്ടിലുണ്ടാക്കുന്ന നെയ്യ് എപ്പോഴും ബിരിയാണി ഒക്കെ ഉണ്ടാക്കുമ്പോൾ നെയ്യാണ് മെയിൻ സാധനം. നെയ്യാണ് അതിൻ്റെ ടേസ്റ്റ് ഡിസൈഡ് ചെയ്യുന്ന ഒരു സാധനം. അപ്പോൾ അതുകൊണ്ട് നല്ല നെയ്യ് ഉണ്ടാവുക എന്നുള്ളത് അടിപൊളിയായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഗുണം കേട്ടാൽ അറിയാം നല്ല നെയ്യാണ്. സുഖജീവിതല്ലേ, മെയ്ഡ് വരും, റൂം ക്ലീൻ ചെയ്യും, ഫുഡ് ഉണ്ടാക്കും, പാത്രം കഴുകും. ഉണ്ടാക്കണ ഓർഡർ ചെയ്തോ? നമ്മുടെയൊക്കെ ജീവിതമാണ് ജീവിതം. രാത്രി ഇനി ഒരു ഭക്ഷണം വേണ്ടായിരിക്കില്ല എന്നാട്ടോ വിചാരിച്ചത്. പക്ഷെ കുറച്ചധികം രാത്രി കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് വിശന്ന് തുടങ്ങി. അൽക്ക് ഇവിടെ ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട്. നാളെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. ഞാൻ ഇവിടെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരു കാര്യം ഈ ഒരു ബാൽക്കണി ആയിരിക്കും. ബാൽക്കണി എന്നും എൻ്റെ ഒരു ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ഞാനിവിടെ വന്ന് നിന്ന് ഇവിടുത്തെ എന്താ പറയുക വ്യൂവും കാര്യങ്ങളും ഒക്കെ ഞാൻ എൻജോയ് ചെയ്യാറുണ്ട്. വ്ളോഗ് എടുക്കുന്നത് ഞാൻ ഇടയിൽ വെച്ച് മറന്നുപോയി വ്ളോഗ് എടുക്കുന്നുണ്ട് എന്നുള്ളത്. വന്ന ഉടനെ എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടുള്ള നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ. ഇപ്പോൾ കുറച്ച് നല്ല ലേറ്റായി, 10:30 ആയപ്പോൾ എല്ലാവർക്കും വിശന്ന് തുടങ്ങി. കാരണം നമ്മൾ ഉച്ചയ്ക്ക് ഒരു 2:30-3 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മുടെ കഴിപ്പ് തീർന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എല്ലാവർക്കും ചെറുതായിട്ട് വിശക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഇത്ര ലേറ്റായിട്ട് കഴിക്കുന്നതും രാത്രി നമ്മൾ ഹെവി ആയിട്ട് കഴിക്കുന്നത് അത്ര ഭയങ്കര ഹെൽത്തി ഹാബിറ്റൊന്നും അല്ല. പക്ഷെ എന്നാലും ഞാൻ പിന്നെ വെക്കേഷൻ ടൈമിലാണല്ലോ എനിക്ക് കഴിക്കാം അല്ലേ. വർഷത്തിൽ 2 തവണയൊക്കെ വെക്കേഷന് പോവാം. നിങ്ങൾ വന്ന സമയത്തായിരുന്നു ലാസ്റ്റ് ഞാൻ വെക്കേഷൻ. അത് ഏപ്രിലായിരുന്നു. നല്ലൊരു ദിവസമായിരുന്നു. ഈ ഒരു വ്ളോഗ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സസ്നേഹം, തനി മലയാളി, ടാറ്റാ. ഈ ഒരു മൂവിയും കൂടെ കണ്ടായിരുന്നു കേട്ടോ നമ്മൾ രാത്രി.